ഒരിക്കലൊരു യുവജന പ്രവർത്തകൻ 9 വയസ്സുള്ള ഒരു കുട്ടിയോട് ആദാമിൻ്റെയും ഹവ്വായുടെയും കഥ പറഞ്ഞു കൊടുത്ത ശേഷം പാപം എങ്ങനെ ലോകത്തിൽ പ്രവേശിച്ചു എന്നതിനെപ്പറ്റി സംസാരിക്കുകയായിരുന്നു. മനുഷ്യരുടെ പാപത്തിൻ്റെ ശിക്ഷ ഏറ്റുകൊണ്ട് യേശു കർത്താവ് മരിച്ചുവെന്നും യേശുവിനെ ഹൃദയത്തിൽ ക്ഷണിച്ചാൽ അവിടുന്ന് വരുമെന്നും യുവജന പ്രവർത്തകൻ കുട്ടിയോട് പറഞ്ഞു. ആ രാത്രി ആ കുട്ടി യേശുവിനെ അവൻ്റെ രക്ഷകനായി സ്വീകരിച്ചു. ചില ദിവസങ്ങൾക്ക് ശേഷം ആ കുട്ടി യുവജന പ്രവർത്തകൻ്റെ ഭാര്യയോട് പറഞ്ഞു, "ഐ ഡോണ്ട് ഹാവ് ടു ടോക്ക് ടു ഗോഡ് ലോങ് ഡിസ്റ്റൻസ് എനിമോർ." ദൈവത്തോടിനി അധിക ദൂരമായി നിന്നുകൊണ്ട് സംസാരിക്കേണ്ടതില്ല. എന്തുകൊണ്ട് എന്നവൾ ചോദിച്ചതിന് ആ കുട്ടി അവൻ്റെ ഹൃദയത്തിലേക്ക് ചൂണ്ടി ഇപ്രകാരം മറുപടി പറഞ്ഞു, "ബിക്കോസ് ഹീ ഈസ് ഓൺലി 10 inches away." കാരണം അവിടുന്ന് 10 ഇഞ്ച് മാത്രം അകലെയാണ്. സകല ചരാചരങ്ങളുടെയും സൃഷ്ടിയായ കർത്താവ് മനുഷ്യരുടെ ഹൃദയത്തിൽ വസിക്കുവാനായി കടന്നു വരുന്നു. എത്ര അതിശയവും അത്ഭുതകരവുമായ കാര്യമത്രേ അത്. കർത്താവ് നമ്മുടെ ഹൃദയത്തിൽ വസിക്കുവാനായി കടന്നു വന്നാൽ ഒരു കാര്യം കർത്താവിന് നിർബന്ധമുള്ളത്, നാം അവനിലും വസിക്കണമെന്നതാണ്. നമ്മിൽ കർത്താവിനോടുള്ള സ്നേഹത്തിൻ്റെ ഊഷ്മളത കുറയുമ്പോൾ കർത്താവിൻ്റെ സാമീപ്യം നഷ്ടപ്പെടുന്നു. ഈ സൗഹൃദ ബന്ധം പുതുക്കുന്നതിനായി നമ്മുടെ ഹൃദയവാതിലിന് വെളിയിൽ കർത്താവ് കാത്തു നിൽക്കുന്നു. എന്നിട്ട് കർത്താവ് നമ്മുടെ ഹൃദയവാതിലിൽ മുട്ടിക്കൊണ്ടിരിക്കുന്നു. ആരെങ്കിലും അവൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ വീണ്ടും അവിടുന്ന് നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരും. ഇങ്ങനെയൊരു അവസ്ഥ ആരുടെയെങ്കിലും ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഒരിക്കലും അത് സംഭവിക്കാതിരിക്കാൻ കർത്താവുമായിട്ടുള്ള സഖിത്വം മുറുകെ പിടിച്ചുകൊള്ളുക. ഈ അടുത്ത കൂട്ടായ്മ ഒരു ആഘോഷമാക്കി മാറ്റുവാൻ 1. കർത്താവുമായി എപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കാം. 2. ജീവിതത്തിൻ്റെ പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുക്കുവാൻ കർത്താവിനെ അനുവദിക്കുക. 3. പാപം നമ്മുടെ ഉള്ളിൽ കടന്നു വരാതെ പാപത്തിൻ്റെ പ്രവേശന കവാടങ്ങൾ അടച്ച് ഭദ്രമാക്കി വയ്ക്കുക. യേശു കർത്താവ് എപ്പോഴും നമ്മുടെ തൊട്ടരികെയുണ്ട്, നമ്മുടെ ഉള്ളിലുണ്ട്, നമ്മുടെ തൊട്ടു മുൻപിൽ വഴികാട്ടിയായി നടക്കുന്നു, നമ്മുടെ തൊട്ട് പിറകിൽ കാവൽക്കാരനായി നമ്മെ അനുഗമിക്കുന്നു, നമുക്ക് ചുറ്റും പാളയമിറങ്ങി ശത്രുവിൻ്റെ കയ്യിൽ നിന്നും വിടുവിക്കുന്നു. ജീസസ് വാണ്ട്സ് us to have the abiding assurance that he is even closer than 10 inches. യേശു കർത്താവ് 10 ഇഞ്ചിലും കൂടുതൽ അടുത്താണ് എന്ന സ്ഥിരമായ ഉറപ്പ് നമുക്കുണ്ടാകണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നു. Have a blessed day.